പിന്നെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, പ്രളയമോ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊതുജനങ്ങളോട് സംഭാവന ആവശ്യപ്പെടാറുണ്ട്. പലരും കൊടുക്കാറുണ്ട്. ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം നിലവിൽ വരുന്ന ഒരു സംവിധാനമല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് അതിൻ്റെ പേര്. അത് ഏത് ഭരണമിരിക്കുമ്പോഴും ആര് ഭരിക്കുമ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ട്. അത് ഒരു സ്ഥിരം സംവിധാനമാണ്. അത് ഏതെങ്കിലും ദുരന്തമുണ്ടാകുന്ന സമയത്ത് മാത്രമല്ല അതിലേക്ക് ആളുകൾ സംഭാവന ചെയ്യുന്നത്. അല്ലാത്ത സമയങ്ങളിലും അറിഞ്ഞും അറിയാതെയുമൊക്കെ ആളുകൾ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായ അഭ്യർത്ഥന കൂടി നടത്തി അതിലേക്ക് കൂടുതൽ തുക മുതൽ കൂട്ടാറുണ്ട്. ഇപ്പോൾ ഈ വയനാട് ദുരന്തം ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ഈ ദുരന്ത മുഖങ്ങളിൽ നിൽക്കുമ്പോൾ പോലും അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയമായ മുതലെടുപ്പിന്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, കുത്തിത്തിരിപ്പുമായി ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഇപ്പോൾ ഈ വയനാട് ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ സാധാരണ എന്ന പോലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പോസ്റ്റുകളൊക്കെ തന്നെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ പലരും കയറി കമൻറ്റ് ഇട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇതാണ് ഈ പിണറായി വിജയന് ആരും പൈസ കൊടുക്കരുത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയാലേ ഞങ്ങൾ പൈസ കൊടുക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു പൈസയും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യാത്ത, ഇതിലൂടൊന്നും സഹകരിക്കാത്തൊരു വിഭാഗം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം കുത്തിത്തിരിപ്പുമായി ഇറങ്ങിത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു വ്യക്തിയല്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ആർക്കാണോ അത് കിട്ടാൻ അർഹത അവർക്ക് അത് അനുവദിക്കുമ്പോൾ അത് കൈമാറുന്നതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനമാണ്. അല്ലാതെ മുഖ്യമന്ത്രി ആളുകളിൽ നിന്ന് പൈസ നേരിട്ട് പിരിച്ച് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ എത്തിച്ച് അദ്ദേഹം പോയി പിൻവലിച്ച് അദ്ദേഹം കൊണ്ട് കൊടുക്കുന്നതല്ല ഇത്. അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം ഇങ്ങനെ പ്രചരണം നടത്തുകയും ആരെങ്കിലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതെല്ലാം അങ്ങ് എത്തുമോ എന്ന സംശയം ആളുകളിൽ വെറുതെ പരത്തിയിട്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കുത്തിത്തിരിപ്പുകൾ, ഇതൊരു മാനസികമായ ഒരു രോഗമാണ്. കാരണം ആര് ഭരിച്ചാലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുന്നു, ആര് പ്രധാനമന്ത്രിയാകുന്നു എന്ന് നോക്കിയിട്ടല്ല ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിലിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ സാധാരണ ഒന്നും നടത്താറുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമാണ്. അവിടെയുള്ള ആളുകളെ സഹായിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഒരുപാട് സന്നദ്ധ സംഘടനകളുമൊക്കെ അവരുടേതായ നിലയിൽ ഇതെല്ലാം ചെയ്യും എന്നുണ്ടെങ്കിൽ തന്നെയും പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ അയക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നില്ല, നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അതിനൊരു തടസ്സവുമില്ല. വേറെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ മുഖാന്തരം കൊടുക്കണമെങ്കിൽ അതിനൊരു തടസ്സവുമില്ല. അത് അവരങ്ങനെ ചെയ്തോട്ടെ. അല്ലാതെ ഈ കൊടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് കൊടുക്കരുത്, നിങ്ങൾ കൊടുക്കരുത്, കൊടുത്താൽ മുഖ്യമന്ത്രി മുക്കിക്കളയുമെന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി, ദുഷ്ടലാക്കോടുകൂടി, അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ തിമിരം വെച്ചിട്ട് ഇത്തരത്തിൽ ആളുകളോട് പറയുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന്. ആര് ഭരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയെന്നോ ആര് പ്രധാനമന്ത്രിയോ എന്നോ നോക്കിയിട്ടൊന്നും അല്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയേണ്ടതും. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് വേണം ആ ദുരന്തങ്ങൾ നേരിടാൻ. അങ്ങനെയാണ് കേരളത്തിലെ ഇതുവരെയുമുള്ള ചരിത്രം, അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ വയനാട് ദുരന്തമുഖത്തും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ചില തൽപര കക്ഷികൾ വളരെ ദുഷ്ടലാക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ തിമിരം വച്ചിട്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചെല്ലാം ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ വരുത്തുന്നത്, പച്ച നുണകൾ പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പൊതുജനങ്ങളോട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്,
എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു ഒഫീഷ്യൽ ഉപാധിയാണ്, ഔദ്യോഗിക തലത്തിൽ തന്നെയുള്ളൊരു ഉപാധിയാണ്, ഒരു മാർഗ്ഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. ഇത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചെലവഴിക്കുന്ന തുകയല്ല. ഏതെങ്കിലും രോഗം വരുന്ന ആളുകൾക്ക്, ആശുപത്രിയിൽ ചികിത്സയൊക്കെ തേടുന്ന ആളുകൾക്ക് ചികിത്സാ സഹായം എന്നുള്ള നിലയിലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കാലങ്ങളായിട്ട് ഇത് നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അത് അർഹതപ്പെട്ടവർ കിട്ടും, കുറേ അപേക്ഷകളൊക്കെ കൊടുക്കും, ചിലർക്ക് കിട്ടും, കിട്ടാതെയും വരും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരുപാട് പണം പെട്ടെന്ന് ആവശ്യമായിട്ട് വരും. അങ്ങനെ പെട്ടെന്ന് ആവശ്യമായിട്ട് വരുന്ന സമയത്താണ് പ്രത്യേകമായ അഭ്യർത്ഥനയൊക്കെ നടത്തുന്നത്. അപ്പോഴാണ് ആളുകൾ കൂടുതലായിട്ട് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നത്. ഇതൊരു സ്ഥിരം സംവിധാനമാണ്. പലരും ദുരന്തങ്ങളൊന്നും ഉണ്ടാവാത്ത സമയത്തും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നുണ്ട്. ഇങ്ങനത്തുള്ള ദുരന്തങ്ങളില്ലാത്ത സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക്, മറ്റെന്തെങ്കിലും ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്കെല്ലാം ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അപേക്ഷയെല്ലാം മേടിച്ച് പിന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം നൽകി വരുന്നുണ്ട്. ഇത് എത്രയോ കാലങ്ങളായി ഇവിടെ നടന്നു പോകുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ സംവിധാനമാണ് ഇത്. സർക്കാർ ഖജനാവിലേക്ക് തന്നെയാണ് ഈ പൈസ എത്തുന്നത്. അത് പ്രത്യേക ഒരു അക്കൗണ്ടിൽ വെച്ച് കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗം. അതുകൊണ്ട് മറ്റാർക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കരുത് എന്നൊന്നും പറയുകയില്ല. ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ തന്നെ സഹകരിക്കണം. ആ നിലയിൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ നിലയിൽ സഹകരിക്കണം. അതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നിലയിൽ സഹായിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം നുണപ്രചരണങ്ങളിൽ നിങ്ങൾ ആരും വീണു പോകരുത് എന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു സാധാരണ നിലയ്ക്കുള്ള പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്.